നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 1 അതിന്റെ എപ്പിസോഡ് റിവ്യൂ ഒന്നുമല്ല, കണ്ടസ്റ്റൻസിന്റെ റിവ്യൂ ആണ്. ഇപ്പൊ വന്നിരിക്കുന്ന ബിഗ് ബോസിൽ നിലവിലുള്ള 19 പേര്. ഈ 19 പേരിൽ നമുക്ക് ഇത്തിരി എന്താ പറയുക, കൊള്ളാമെന്നുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓരോ കണ്ടസ്റ്റൻസിനെ എടുത്തു വെച്ചിട്ട് വല്ലതും നടക്കുമോ, നമുക്കൊരു ഹോപ്പ് ഉണ്ടോ, ഒരു വിജയ പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ ഒരു വിന്നിങ് മെറ്റീരിയൽ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഈ ഒരു സംഭവം. വളരെ ജെന്യുവൻ ആയിട്ടായിരിക്കും എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ഇത്രയും പേരുണ്ടല്ലോ, എനിക്ക് ഇത്രയും സംഭവത്തിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, വളരെ ജെന്യുവൻ ആയിട്ട് തന്നെ പറയും. ആരോടുള്ള വിരോധമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ ജെന്യുവൻ ആയിട്ട് ഫസ്റ്റ് ഡേ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയാൻ വരുന്നത്. സത്യം പറയാലോ, ഈ പറയുന്ന ആണുങ്ങളിലൊന്നും എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോ കുറെ സ്ത്രീജനങ്ങളുണ്ട്, കുറെ പുരുഷന്മാരവിടെ ഉണ്ട്. പക്ഷെ ഈ ആണുങ്ങളിലൊന്നും എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ല. ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. ആണുങ്ങളെ അപേക്ഷിച്ച് പെണ്ണുങ്ങൾക്ക് പിന്നെയും അതിനകത്ത് കുറച്ച് നല്ല കണ്ടസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം, അല്ലെങ്കിൽ എന്റെ ഒരു ദിവസത്തെ വിലയിരുത്തൽ. അത് ഞാൻ ഓരോന്നായിട്ട് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ ഇത്രയും കണ്ടസ്റ്റൻസ് ഉള്ളതിൽ എനിക്ക് ഈ ഫസ്റ്റ് ഡേയുടെ മാത്രം വിലയിരുത്തലാണ്. നാളെ മാറാം. ഈ ഫസ്റ്റ് ഡേയുടെ വിലയിരുത്തൽ നിന്ന് എനിക്ക് മനസ്സിലായി ഈ 19 പേരുണ്ടെങ്കിൽ അതില് ഒരു വിധം ടോപ്പായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു വിധം കൊള്ളാമെന്ന് എനിക്ക് തോന്നിയ ഒരു കണ്ടസ്റ്റന്റ് മറ്റാരുമില്ല, അത് റെന ഫാത്തിമയാണ്. വെറും 19 വയസ്സ് മാത്രമേ പ്രായമുള്ള പെൺകൊച്ചിന്. പക്ഷെ എല്ലാ കാര്യങ്ങളിലും സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട്, സ്വന്തമായ ഒരു നിലപാടുണ്ട്. ഗെയിമിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ഏത് ടാസ്ക് വന്നാലും കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇടപെടൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും പുരുഷന്മാർ, അല്ലെങ്കിൽ ഇത്രയും 19 പേരുള്ള കണ്ടസ്റ്റൻസുകളിൽ അവൾ നല്ലൊരു കണ്ടസ്റ്റൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇത് മുമ്പ് വന്നപ്പോ ഞാൻ പറഞ്ഞത് മറ്റൊരു 19 വയസ്സേ ഉള്ളൂ, ഇവിടെ വന്ന് എന്ത് കാട്ടിക്കൂട്ടാൻ പോകുന്നെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇവരെയൊക്കെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നത് റെന ഫാത്തിമ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് എന്നുള്ളത് ഞാൻ പറയുന്നു. അടുത്ത വന്നിട്ട് അടുത്ത മത്സരാർത്ഥി അഭിഷേക്. ഈ അഭിഷേകിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടു, ഫയറാണ്, തേങ്ങയാണ്, വാങ്ങിയെന്നൊക്കെ പറഞ്ഞു, ഉറഞ്ഞു തുള്ളുന്നത് കണ്ടു. പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ന് അവൻ കാണിച്ച, അല്ലെങ്കിൽ അഭിഷേക് കാണിച്ച സംഭവങ്ങളെല്ലാം ആർട്ടിഫിഷ്യലാക്കി ഉണ്ടാക്കിയെടുത്ത കണ്ടന്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതിനകത്ത് ഇത്രയും കിടന്ന് ഇന്നിപ്പോ ഈ രണാസുനിയുമായിട്ടുള്ള വിഷയം, തലവേദന വിഷയം, അത് ഇത്രയും കത്തിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്നുള്ള എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. അതൊരു ചെറിയൊരു മാറ്ററാണ്. ശരിയാണ്, ഒരു ഈ പറഞ്ഞതുപോലെ ഒരു തലവേദന നാടകം നടത്തി, തലവേദനയല്ലേ, നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് പ്രേക്ഷകരെ അറിയിക്കുകയും അതോടൊപ്പം അതൊരു വലിയൊരു ഇഷ്യൂ ആക്കാതെയും ഇരിക്കാനാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ അതൊരു വലിയൊരു ഇഷ്യൂ, എന്തോ ഒരു വലിയൊരു കൊലക്കുറ്റം ചെയ്ത കണക്ക് എന്ത് ചെയ്തു, ഈ പറയുന്ന നമ്മുടെ രണാസുനയുടെ അടുത്ത് ബിഹേവ് ചെയ്തു. അടിക്കാൻ വരെ, അല്ലെങ്കിൽ അങ്ങോട്ട് ഉന്തും തള്ളും ആവുന്ന രീതിയിൽ വരെ പോയി. അതിനുശേഷം അനീഷിന്റെ അടുത്തും കയറി കയർക്കുന്നുണ്ട്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഈ അഭി വിചാരിക്കും ഞാൻ വലിയ മാസായെന്ന് വിചാരിക്കും. പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ ഗുണം ചെയ്യുന്നത് ഈ പറയുന്ന രണാസുനയ്ക്ക് ഗുണം ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? ഇത്രയും അവിടെ കിടന്ന് ഈ ഒരു ഷോ ഓഫ് നടത്തേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ ടേക്ക്. മനസ്സിലായോ? അടുത്ത കോമണറായ അനീഷിനെ വെറുപ്പിക്കേണ്ട അങ്ങേയറ്റമാണ്. മനസ്സിലായോ? പലവരുടെയും മുൻകാല വിജയികളായ, അല്ലെങ്കിൽ പ്രേക്ഷക പിന്തുണയുള്ള പലരുടെയും കോപ്പി പലരെയും കോപ്പി അടിച്ചുകൊണ്ട്, അതായത് റോബിന്റെ കുറച്ച് കോപ്പികളുണ്ട്, ഈ പറയുന്ന രജിസ്ഥാന്റെ കുറച്ച് കോപ്പികളുണ്ട്, അങ്ങനെ പലരുടെയും കോപ്പി അടിച്ചുകൊണ്ട് ഒരു വെറുപ്പിക്കലാണ്. മനസ്സിലായി? ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്നുള്ളതല്ലാതെ വലിയ ഹോപ്പ് ഒന്നുമില്ല. കുറച്ചു കാലം അവിടെ കാണും വെറുപ്പിച്ചുകൊണ്ട്. അല്ലാതെ വേറെ ഈ 5 കൊല്ലം കൊണ്ട് ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് പിന്നീട് എന്താണ് ഈ പറഞ്ഞതുപോലെ ഞാൻ പ്രയത്നിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാതെ വേറെ ഗുണമൊന്നും, ഈ ഒരു ചുമ്മാ ആരുടെ ഒന്നും മിണ്ടാതെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഒരു മറുപടിയും പറയാതെ അങ്ങോട്ടേക്കിട്ട് കൊണവണ നടന്നിട്ടൊന്നും കണ്ടന്റ് ആവത്തില്ല. മനസ്സിലായോ? അവിടെ RJ ബിൻസി. അപ്പൊ ഈ 2 പറഞ്ഞ ആണുങ്ങളിലും എനിക്ക് വലിയ ഹോപ്പുകളില്ല. അടുത്ത വരുന്ന RJ ബിൻസി, എനിക്ക് ഹോപ്പുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് RJ ബിൻസി. നല്ല രീതിയിൽ സംസാരിക്കാനും നല്ല രീതിയിൽ പോയിന്റുകൾ പറയാനും അറിയാവുന്ന ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് RJ ബിൻസി. ഇന്ന് എന്നെ ഒരു കൗണ്ടർ അടിച്ചിട്ടുണ്ട്. അതായത് എനിക്ക് തലവേദനയാണ് എന്ന് റെന ഫാത്തിമ പറയുമ്പോൾ RJ ബിൻസി അവിടെ നിന്ന് പറയുന്നുണ്ട്, നിനക്കല്ല തലവേദന, നീ ഇവിടെ വന്നത് ബിഗ് ബോസിനാണ് തലവേദന എന്ന് പറയാനുള്ള ആ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ, സ്പോട്ടിൽ പറയാനുള്ള ആ ഒരു കഴിവ്
കൗണ്ടർ അടിക്കാനുള്ള കഴിവ്, ഇതെല്ലാം നല്ലൊരു മത്സരാർത്ഥിയുടെ പിന്നീട് എന്താണ് കഴിവുകളാണ് അല്ലേ, നല്ലൊരു മത്സരാർത്ഥിയുടെ ലക്ഷണങ്ങളാണ് എന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 4 പേരിൽ 2 ആൺകുട്ടികളെ പറഞ്ഞു, 2 പെൺകുട്ടികളെ പറഞ്ഞു. ഈ 2 പേരും 2 പെൺകുട്ടികളും ഈ 2 ആൺകുട്ടികളെയും കാട്ടിൽ മുകളിൽ നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ജിസേൽ തക്രാൽ, ഒരു ഹിന്ദിക്കാരിയാണ്, നല്ല പൊക്കവും തടിയുണ്ട്, കുട്ടി നിക്കറും ഇട്ടൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും പക്ഷെ ഗെയിമിനെ കുറിച്ച് നല്ല അവയർനെസ് ഉണ്ട്. മനസ്സിലായോ? ഒരു ടാസ്ക് വരുമ്പോഴോ മറ്റോ ഒക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അനാവശ്യമായി ഒരിടത്തും പോയി ഇടപെടുന്നില്ല, അനാവശ്യമായി ഷോ ഓഫ് കാണിക്കുന്നില്ല. പക്ഷെ ഒരു ഗെയിം, ഒരു ടാസ്ക് നമ്മൾ കണ്ടല്ലോ ഇന്നലെ കിടന്ന് കെട്ടിമറിഞ്ഞതും, അല്ലാതെ ഈ പറയുന്ന ശരീര പ്രദർശനം മാത്രമല്ല, അത് മാത്രമല്ല ടാസ്കിനെ കുറിച്ച് അറിയാം, അല്ലെങ്കിൽ ബിഗ് ബോസ് എന്താണെന്ന് അറിയാം, നമുക്ക് നല്ലൊരു കോൺട്രിബ്യൂഷൻ തരുന്നുണ്ട്. ഈ പറഞ്ഞ 2 ആണുങ്ങളെ കാട്ടി കുറച്ചുകൂടി മെച്ചമായിട്ട് നിൽക്കുന്നത് ഞാൻ പറയും ഈ പറഞ്ഞ ജിസേൽ തക്രാൽ എന്ന് പറയും. അവിടെ ഈ പറയുന്ന വസ്ത്രധാരങ്ങൾ ചിലർക്ക് പിടിക്കില്ലായിരിക്കും, പക്ഷേ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. ഇനി അപ്പാനി ശരത്ത്, ഈ അപ്പാനി ശരത്ത് ഈ മേളിൽ പറഞ്ഞ 2 പുരുഷന്മാരെക്കാളും ഒത്തിരി കൂടി ബെറ്റർ ആണെന്ന് ഞാൻ പറയും. എങ്കിലും അങ്ങ് ഹ്യൂജ് ബെറ്റർ ഒന്നുമല്ല, ഒരു പരിധി വരെ ഒരു സംയമനം ഉണ്ട്. പല കേസുകളിലും ഈ അപ്പാനി ശരത്ത് ആയിക്കോട്ടെ, ഈ അക്ബർ ആയിക്കോട്ടെ, ഈ പറയുന്ന അഭിശ്രീ ആയിക്കോട്ടെ, ഈ അഭി ആയിക്കോട്ടെ, ഈ 3 പേരും സ്കോർ ചെയ്യാൻ വേണ്ടി, ഒരാളെടുത്ത് ഉടക്കാൻ വേണ്ടി ഈ 3 പേരും കൂടി അങ്ങ് കിടന്ന് ഉടക്കണമെന്നേ. ഇപ്പൊ റെനാസുനെ വന്നാൽ ഈ 3 എണ്ണം കൂടി അവളുടെ അടുത്ത് അങ്ങ് കയറിയാണ്. വേറെ ആരെ, അല്ലെങ്കിൽ അനീഷിന്റെ അടുത്ത് തുടക്കുമ്പോൾ ഈ 3 പേരും കൂടി അവന്റെ അടുത്ത് ഉടക്കുകയാണ്. ഞാൻ ചോദിക്കും, നിങ്ങൾ തമ്മിൽ എന്താ ഉടക്കാത്തത്? നിങ്ങൾ തമ്മിൽ ഉടക്കൂലല്ലോ. നിങ്ങൾ 3 പേരും ഒരു സെറ്റ് ആയിട്ട് മാറിയിരുന്നു. അപ്പൊ ഇതുപോലുള്ള വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ കയറി മാന്തിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് കാര്യം വരുമ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയത്തിനനുസരിച്ച് എത്രത്തോളം നമ്മൾ റൈസ് ആവണം, എത്രത്തോളം അവിടെ സംസാരിക്കണം എന്നുള്ള ഒരു മൂള വേണം. ഇതിൽ കൂടുതൽ ഞാൻ കയറി അല്ലെങ്കിൽ പുറത്ത് നെഗറ്റീവ് ആയി നിൽക്കുന്ന ഒരാളെ കയറി ഞാൻ കുറെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹ്യൂജ് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ. ഇപ്പം കുറെ ഒരു മാസം വിളിക്കുമെങ്കിൽ പിന്നെ അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഒരു സഹതാപം ഇത് വരും. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ബിനി സെബാസ്റ്റ്യൻ, ബിനി സെബാസ്റ്റ്യൻ ഈ സംസാരിക്കുമ്പോൾ നമ്മൾ അത്ര വലിയ സ്ഫുടത ഇല്ലെങ്കിൽ കൂടി ഗെയിം സ്പിരിറ്റ് ഉണ്ട്. അവൾക്ക് പറ്റുന്ന രീതിയിൽ വല്ല ഈ നേരത്തെ പറഞ്ഞ പെൺകുട്ടികൾ, അതായത് പിന്നീട് രണ ഫാത്തിമയെ പോലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന RJ വിൻസിയെ പോലെ അത്ര കഴിവില്ലെങ്കിൽ കൂടി അവൾക്ക് പറ്റുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. വാഴയായിട്ട് ഒരിടത്തും ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. അഫ്ഗർ ഖാന്റെ കേസ് ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞ ചുമ്മാ ആവശ്യമില്ലാതെ സംസാരിക്കുന്നുണ്ട്. അവിടെ ഇവിടെ മറ്റുള്ളവരുടെ കൂടെ ഇടയിൽ അനാവശ്യമായ വഴക്കുകളിൽ കയറി ഇടപെടുന്നു, തലയിടുന്നു. അല്ലാതെ സ്വന്തമായിട്ടൊരു കണ്ടന്റ് മേക്കിംഗ് ഇതുവരെ ചെയ്തിട്ടില്ല. പലരുടെയും വഴക്കിൽ കയറി, എല്ലാ വഴക്കിലും ഈ അഫ്ഗർ ഖാൻ ഉണ്ട്. ശ്രദ്ധിച്ചാൽ മതി, എല്ലാ വഴക്കിലും ഈ പുള്ളി ഉണ്ട്. പക്ഷെ സ്വന്തമായിട്ട് ഒരു കണ്ടന്റ് കൊണ്ടുവരുന്നില്ല എന്നുള്ളത്. മറ്റുള്ളവരുടെ തണലല്ല, അവരെ കൂടെ ഒരു സെറ്റായി നിൽക്കും പോലെയാണ് എനിക്ക് തോന്നിയത്. അനിമോൾ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, അത് ടാസ്ക് ആയിക്കോട്ടെ, സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ, പിന്നെ ആൾക്കാരോട്ട് പെരുമാറുന്ന രീതി ആയിക്കോട്ടെ, അവിടെ എല്ലാം ഒരു നമുക്ക് ഇഷ്ടം തോന്നും. പക്ഷെ ഈ തെറിവിളി, ഇന്നൊരു തെറി വിളിച്ച്, ഇതുപോലത്തെ തെറികളി വിളിച്ചു കഴിഞ്ഞാൽ മലയാളികൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാനായാലും എടുത്തിട്ട് അലക്കും, ആര് തെറി വിളിച്ചാലും എടുത്തിട്ട് അലക്കും. മനസ്സിലായോ? അത് വേറെ. അടുത്ത ആര്യൻ ഖത്തോരിയ, ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വ്യക്തിയാണ് ആര്യൻ ഖത്തോരി. ഒരു ലവ് ട്രാക്ക് കാര്യങ്ങളൊക്കെ എടുക്കും, പക്ഷെ ഇവന്റെ വായിൽ നിന്ന് വരുന്നതും അത്ര നല്ല കാര്യങ്ങളൊന്നുമില്ല. അവൻ അത്രയ്ക്കുള്ള പക്വതയോ അത്രയ്ക്കുള്ള നമ്മൾ വിചാരിച്ച അത്രയുള്ള ഒരു ബോൾഡ്നെസ്സോ വിവരമോ ഒന്നുമില്ല. അവൻ എന്നാള് മറ്റേ ഈ സരിക നോമിനേറ്റ് ചെയ്തത് പറഞ്ഞിട്ടില്ലേ, ഇവൻ എന്റെ ഇവിടെ കയറി പിടി, എന്റെ മൂലത്തിൽ പിടിച്ചോ, എന്നെ ബാത്റൂമിൽ കയറി ആരെ കിട്ടി. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യഭാരം അളിയൻ പിള്ളയിലാവും അവന്റെ ഈ സംസാരം ആണെങ്കിൽ. അപ്പോൾ ആര്യൻ ഖത്തോരിയയിൽ എനിക്ക് വളരെ പ്രതീക്ഷയില്ല. പിന്നെ ഏതെങ്കിലും ഒരു ലവ് ട്രാക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചു കാലം ഓടിപ്പോകും. ഒരു സൈഡിൽ മൂലയിൽ ഇരുന്നു കൊണ്ട് സ്നേഹിച്ച് പ്രണയിച്ചിരിക്കാമെന്നുള്ളതല്ലാതെ ഒരു വിന്നിങ് മെറ്റീരിയൽ ആയിട്ട് ഞാൻ കാണുന്നില്ല. ഓക്കെ. ഷാനവാസ് ഷാനു, വലിയ ആദ്യം എനിക്ക് തുടക്കം എനിക്ക് ഒരു ബോറിനെ പോലെ തോന്നി. പിന്നീട് ഇടയ്ക്ക് വെച്ച് കുഴപ്പമില്ല, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഈ അവസാനം വന്ന ഈ ഒരു എന്താണ് ഈ വസ്ത്രധാരണത്തിനെ പറ്റിയുള്ള പരാമർശം, അത് വളരെ ബോറായി പോയി എന്നാണ് പറയാനുള്ളത്. മനസ്സിലായോ? അത് ഇങ്ങനെ ഈ പറഞ്ഞ കൺഫെഷൻ റൂമിലേക്ക് വന്നിട്ട് അവളുടെ വസ്ത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് ഷാനവാസിന് കിട്ടിയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഡിസപ്പോയിന്റഡ് ആണ്. ചിലപ്പോൾ കയറി വന്നേക്കാം. പിന്നെ ശാരിക, നമ്മുടെ അവിടെ ഞാൻ ഹോട്ട് സീറ്റിൽ ഇരുന്ന് പലരെയും വിറപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് നനഞ്ഞ പടക്കമായി ഇരിക്കുകയാണ്.
ആവശ്യമില്ലാത്തൊരു ജട്ടി വരയ്ക്ക് കയറി തലയിട്ടു. ലവളക്കും കുഴപ്പമില്ല, യവനും കുഴപ്പമില്ല, അത് സോൾവ് ആയി. എന്തിന് ജട്ടി അവിടെ ഇട്ടു? ഇത് നിസ്സാര കാര്യമല്ല. ലവള ജട്ടി എടുത്തിട്ടത് പോലെയാണ് അവള് പറയുന്നത്. അപ്പൊ അവിടെയും എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രത്യേകിച്ച് കണ്ടന്റും. ഇതൊക്കെ ഞാൻ ഈ പറയുന്നതെല്ലാം ഫസ്റ്റ് ഡേ ആണ്, നാളെ ചിലപ്പോൾ മാറാം. ഫസ്റ്റ് ഡേയുടെ ഒരു ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. നെവിൻ, എന്റെ കർത്താവ്, ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച ഒരു തന്റെയാണ് ഇവൻ. ഇവനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അറിഞ്ഞപ്പോഴെല്ലാം ഭയങ്കര ഹൈപ്പർ ടെമ്പറാണ്, മറ്റതാണ് മറിച്ചതാണ്, എല്ലാവരും കയറി ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുന്ന എലിയെ പോലെ അവിടെ എവിടെയെങ്കിലും ചുരുങ്ങിയിരിക്കുന്നതാണ്. ആ തക്രാറിന്റെ കയ്യും പിടിച്ച് നടക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലെങ്കിൽ ഒരു സ്ട്രൈറ്റ് ആണെങ്കിൽ സ്ട്രൈറ്റ് ഇപ്പം പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല, എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ല, ഞാൻ സ്ട്രൈറ്റ് ആയിക്കോട്ടെ, ഗേ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. പക്ഷെ സ്ട്രൈറ്റ് എല്ലാം നമുക്കറിയാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ തക്രാറിന്റെ കയ്യും പിടിച്ച് നടക്കുന്നുണ്ട്, പക്ഷെ ഒരു ഗുണവുമില്ല. മുഖ്യറങ്ങി കേട്ടാൻ പോവോടെ, അതെനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നാസുനയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ജെന്യൂൻ ആയിട്ടാണ് ഞാൻ എല്ലാം ജെന്യൂൻ ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഈ നാസുനയുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയത്തില്ല. അതായത് ഒരു പോയിന്റ് പറയാനുള്ള ആ ഒരു ക്ലിപ്പില്ല, എന്തെങ്കിലും എവിടെയെങ്കിലും പിന്നീട് കൗണ്ടർ അടിക്കാനുള്ള കെൽപ്പില്ല, എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആരെങ്കിലും ഇവിടെ ട്രിഗർ ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് തുള്ളിച്ചാടി നിൽക്കും. പക്ഷെ തുള്ളിച്ചാടുമ്പോൾ വായിന്ന് വരുന്ന വാക്കുകൾ, പറയുന്ന ന്യായങ്ങളൊക്കെ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരാനാണ് ചാൻസ് ഏറ്റവും കൂടുതൽ. അതുപോലെ ആവശ്യമില്ലാത്ത നുണകൾ പറയുകയും അനാവശ്യമായ നുണകൾ, അത് ജീവിതത്തിലായാലും ഇപ്പൊ ബിഗ് ബോസിലായാലും അനാവശ്യമായ നുണകൾ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി. അതുപോലെ അതിന്റെ കൂടെ കുറച്ച് അഹങ്കാരവും, ഞാൻ എന്തോ മറ്റവളായിപ്പോയി എന്നൊരു ചിന്തയും കൂടി കയറി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അല്ലാതെ ഒരു വിന്നിംഗ് മെറ്റീരിയലായിട്ട് ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കില്ല. കുറച്ച് 19 ദിവസം ബിഗ് ബോസ് പിടിച്ച് നിർത്തും എന്നുള്ളതാണ്. അവിടെ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റ്, ചൊറിയുന്നവരും കണ്ടന്റ് കിട്ടും, നമുക്കും കണ്ടന്റ് കിട്ടും, അത്രയേ ഉള്ളൂ. കാരണം ചൊറിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ എന്ത് പറയണം എന്നുള്ള ഒരു പിടുത്തമില്ല. പുള്ളി തിന്ന് കണ്ടല്ലോ, നിന്ന് കണ്ടു ഇടിക്കാൻ പോണേണ്ട്. അടുത്ത ഒണിയൽ സാബു, അത് നമുക്ക് ഒരു പരിധി വരെ ആഹാരമൊക്കെ ഉണ്ടാക്കി അവിടെ എവിടെയൊക്കെ ഇരുന്ന് കുറെ എന്താണ് കുറച്ച് നുണയും പരദൂഷണവും ഒക്കെ പറഞ്ഞു പോകുന്നല്ലാതെ ഇതുവരെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. മുൻഷി രഞ്ജിത്ത് അറിയാലോ, ഒരു പ്രായമായ ഒരു വ്യക്തിയാണ്. അവിടെ ഉള്ളതിൽ ഇത്ര ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ. അപ്പൊ അതിനനുസരിച്ചുള്ള സംഭവം ഒരു ചമഞ്ഞ് നമുക്കൊരു വിന്നിംഗ് മെറ്റീരിയൽ ആയിട്ടൊന്നും കാണാൻ സാധിക്കില്ല. അത് തുടക്ക കാലങ്ങളിൽ 19 ദിവസം പോയാൽ പോയി, ചിലപ്പോൾ അടുത്ത ആഴ്ച പോയാലും ശരി തന്നെയാണ്. പിന്നീട് സാഹിത്യ സന്തോഷം, അഡ്വക്കേറ്റ് ആണ്, നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം, ഒക്കെ അറിയാം. പക്ഷെ ഇപ്പൊ ആള് ഈ പറഞ്ഞ ഡൗൺ ആയിട്ടിരിക്കുന്നത്. ഇന്ന് അനാവശ്യമായ ഒരു സംഭവം എടുത്ത് ഇടുകയും ചെയ്തു. കാരണം എന്താണ്, മറ്റേ ലിപ്സ്റ്റിക് എടുത്ത് ഞാൻ തേച്ചു എന്ന് പറഞ്ഞിട്ട്, ഞാൻ ആദ്യമേ പറഞ്ഞാൽ അവരുടെ തേക്കില്ലെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ എന്നിട്ട് ഞാനും തേച്ചു. അത് കൃത്യമായിട്ട് അവിടെ അനീഷ് അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതോടുകൂടി അടഞ്ഞ് അവിടെ ഇരുന്നു. മനസ്സിലായോ? പലരെയും കുറിച്ച് പരവദൂഷണം പറയാനല്ലാതെ സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഇതുവരെയായിട്ടും ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അടുത്ത ആഴ്ച പോയത് തന്നെ. ഓക്കെ. പിന്നെ ആരുടെ ഉള്ളത്? കലാഭവൻ സരികയുടെ കേസ് നേരത്തെ വായിച്ച കലാഭവൻ സരികയുടെ കേസും പിന്നീട് ഈ പറയും പോലെ എന്താണ്, ഇത്രയും പേര് തന്നെ ആരെങ്കിലും വിട്ടുപോയോ? പോട്ടെ. കലാഭവൻ സരികയുടെ കേസും സംസാരിക്കാൻ കഴിവുണ്ട്, ഒരുവിധം കഴിവുള്ള കുറച്ച്, പക്ഷെ ഇതുവരെയായിട്ടും പുറത്ത് വന്നിട്ടില്ല. നമുക്കൊരു വലിയ പ്രതീക്ഷ. വിന്നിംഗ് മെറ്റീരിയൽ ഒരിക്കലും അല്ല ഈ പറഞ്ഞതാരും. വിന്നിംഗ് മെറ്റീരിയൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രൈസ് അടിക്കാൻ കെൽപ്പുള്ളവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, പിന്നീട് ആരാണ് നമ്മുടെ പിന്നീട് രന ഫാത്തിമ വിന്നിംഗ് മെറ്റീരിയൽ ആണ്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു വിന്നിംഗ് മെറ്റീരിയൽ ഇപ്പൊ നിലവിലുള്ളതിൽ ആർജ ബിൻസി വിന്നിംഗ് മെറ്റീരിയൽ ആണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ലവ് കോമ്പോ കൂടി ഇട്ട് കഴിഞ്ഞാൽ വിന്നിംഗ് മെറ്റീരിയൽ ആണ്. ബാക്കി ആണുങ്ങൾ ആരെയാണ് നമുക്ക് വിന്നിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്? അഭിശ്രീ എന്നൊക്കെ വളരെ ഓവറാണ്. ഇപ്പോഴേ ഈ ഓവർ ആണെങ്കിൽ പിന്നീട് ആൾക്കാർ ഇനി പറയാനൊന്നും കാണത്തില്ല. മനസ്സിലായി? എല്ലാ കേസും നമ്മൾ ഇടപെടുന്ന ഒരു കേസിൽ അതിന്റെ ഡെപ്ത് നോക്കി അതിന് ഏത് രീതിയിൽ സംസാരിക്കണം, ഏത് വരെ പോകുന്നത് നമുക്ക് അറിഞ്ഞ് മനസ്സിലാക്കിയാണ് സംസാരിക്കില്ല. അല്ലാതെ ചുമ്മാ കിടന്ന് അലച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളെ കയറി തലയിൽ കയറി കിടന്ന് നിരങ്ങിയിട്ടൊന്നും നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഫാൻസ് ഒന്നും കിട്ടത്തില്ല. ഇപ്പൊ 1-2 ആഴ്ച സർവൈവ് ചെയ്യാൻ ഇപ്പോഴത്തെ അടിമതിയായിരിക്കും. കുറെ ആൾക്കാർ വോട്ടിടും. പിന്നെ അനാവശ്യ കാര്യങ്ങളിൽ ഇങ്ങനെ ഇടപെടുമ്പോൾ ഇത് പണിയായിട്ട് വരും. പിന്നെ ഉള്ളതെന്ന് പിന്നെ ആരാണ്? പിന്നെ അപ്പാനി ശരത്ത് വലിയ വിഷയമില്ല. അവൻ ഈ പറയുന്ന ഇടപെടുന്നുണ്ട്, പക്ഷെ വലിയ കൂടുതലായിട്ട് റൈസ് ആവുന്നില്ല. അത്യാവശ്യത്തിന് ഇടപെടുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകാണ്. ചിലപ്പോൾ അപ്പാനി ശരത്ത് നല്ല രീതിയിൽ ഉയർന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഏതെങ്കിലും വൈൽഡ് കാർഡുകൾ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആണുങ്ങളെല്ലാം വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പെണ്ണുങ്ങൾ ഇതിനെയും കാട്ടി ബെറ്റർ ആണ്, ഉള്ളതിൽ ബെറ്റർ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് പറയാൻ പറ്റില്ല, നാളെ തൊട്ട് ഇവരുടെ ഗെയിമൊക്കെ മാറി നല്ല രീതിയിൽ കളിച്ചു തുടങ്ങുമായിരിക്കും. അങ്ങനെ ആവട്ടെ. നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ജയ് ഹിന്ദ്.